ഇന്ന അഅ്ലമ ദുനൂബി ഇൻദല്ലാഹി അയ്യമൂത റജുലുൻ വഅലൈഹി ദൈൻ. അല്ലാഹുവിന്റെ അരികിൽ ഏറ്റവും വലിയ വിഷമ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്ന ഒരു മനുഷ്യൻ ആരാണ്? റസൂലുള്ളാഹി സ്വഹാബികളോട് ചോദിക്കുന്നു, സ്വഹാബികളെ, ഇന്ന അഅ്ലമ ദുനൂബി ഇൻദല്ലാഹി അയ്യമൂത റജുലുൻ വഅലൈഹി ദൈൻ. അല്ലാഹുവിന്റെ കോടതിയിൽ വലിയ ശിക്ഷ അനുഭവിക്കുന്ന ഒരു മനുഷ്യൻ കടത്തോടുകൂടെ മരിക്കുന്ന മുസ്ലിമാണ്. കടമുള്ളവർ സദസ്സിലുണ്ട്. അവിടെ നെഞ്ച് പൊട്ടിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഞാൻ. ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഖൽബ് പൊട്ടിക്കാനല്ല, റസൂലുള്ളാഹിന്റെ പേരക്കുട്ടികളെയും ആലിമീങ്ങളുടെ സാന്നിധ്യത്തിൽ വെച്ച് ഞാനിത് പറഞ്ഞത്. ഇന്ന അഅ്ലമ ദുനൂബി ഇൻദല്ലാഹി അയ്യമൂത റജുലുൻ വഅലൈഹി ദൈൻ. അല്ലാഹുവിന്റെ കോടതിയിൽ വലിയ ശിക്ഷ അനുഭവിക്കുന്ന മനുഷ്യൻ കടത്തോടുകൂടെ മരിക്കുന്ന മനുഷ്യനാണ്. അല്ലാഹു തആല കാക്കുമാറാവട്ടെ, അല്ലാഹു തആല കാക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, അഥവാ ഇന്ന് ഈ സദസ്സിനോട് ഞാനിന്ന് ശരീരത്തോട് ചോദിക്കട്ടെ, അഥവാ ഇന്ന് നമ്മുടെ കണ്ണടഞ്ഞാൽ അല്ലാഹു ആയുസ്സ് കിട്ടി പെരുമാറാവട്ടെ, അവന്റെ പൊരുത്തത്തോട് ആയുസ്സ് കിട്ടി പെരുമാറാവട്ടെ. മജ്‌ലിസിൽ ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഥവാ ഇന്ന് നമ്മുടെ റൂഹ് അല്ലാഹു തആല പിടിച്ചുകൊണ്ടുപോയാൽ 10 പൈസ കടം വെച്ചുകൊണ്ടാണോ നമ്മുടെ റൂഹ് പിടിക്കപ്പെടുന്നത്? പടച്ചവനെ, കടം വിട്ടാൻ ആരുണ്ട്? ഞാൻ പള്ളിക്കാട്ടിൽ കിടക്കുമ്പോ ഹയ്യത്തൻ വഅഖറബ, പാമ്പുകളും തേളുകളും കൊത്തിവലിക്കുന്ന ചില സമയം, ആ സമയത്തിന്റെ അവസ്ഥ എന്താണ്? എന്റെ കടം വിട്ടാൻ ആരുണ്ട്? മനസ്സാക്ഷിയോട് ചോദിക്കുന്നുണ്ടോ? ചോദിക്കണം. ഇന്ന് എന്റെ കണ്ണടഞ്ഞാൽ എന്റെ കടം എന്റെ തറവാട്ടിൽ ആര് ജനിച്ചിട്ടുണ്ട് വീട്ടാണ്? എന്റെ കുടുംബത്തിൽ ആരുണ്ട്? കരയാൻ ആളുകളുണ്ട്, പൊട്ടിക്കരയാൻ ആളുകളുണ്ട്, വാവിട്ട് കരയാൻ ആളുകളുണ്ട്. എന്റെ അഞ്ചാ, അഥവാ അതിന്റെ റൂഹ് പിടിച്ചാൽ കടം വാങ്ങിയിട്ടാണോ കടം വെച്ചിട്ടാണോ മരിക്കുന്നത്? എത്ര പേര് നമ്മുടെ കുടുംബത്തിൽ വീട്ടാനുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അവിടുത്തെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ കടങ്ങളൊക്കെ വിട്ടു പെരുമാറാവട്ടെ. ഇന്ന് കടം വാങ്ങാൻ ഒരു പേടിയില്ലാത്തൊരു കാലം. കടം വാങ്ങാൻ ഒരു പേടിയില്ല, വാങ്ങിട്ട് വിട്ടാതെ നടക്കാൻ അത്രയും പേടിയില്ല, അവധി എത്തിയാൽ ഫോൺ ഓഫാക്കി നടക്കാൻ തീരെയും പേടിയില്ല. വല്ലാത്തൊരു ദുർഗതി പിടിച്ച കാലം. കാലത്തിന് കുഴപ്പമൊന്നുമില്ല, അതറിയാത്തവരല്ല നമ്മളാരും. കാലത്തിന്റെ മോശം നല്ല ഞാൻ ഈ പറയുന്നത്. കടം വാങ്ങാൻ ഒരു പേടിയില്ല, ഏത് കോലത്തിലും കടം വാങ്ങുന്നു ഒരു പേടി. പടച്ചവനെ, ഇന്ന് ഞാൻ പിടഞ്ഞു മരിച്ചാൽ എന്തായിരിക്കും എന്റെ സ്ഥിതി? തേളുകൾ കൊത്തുവലിക്കുന്നു, പുഴുക്കളരിക്കുന്നു, തല തൊട്ട് കാല് വരെ പുഴുക്കളരിക്കുമ്പോ ആരുണ്ട് എന്നെ കൈപിടിക്കാൻ? മനസ്സാട്ടോടൊന്ന് ചോദിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അരികിൽ ഓതിപ്പിടിച്ചൊരു മുതഅല്ലിമ്. സഹോദരങ്ങളെ, ഹബീബായ നബി തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മക്കളായിരുന്നു മുതഅല്ലിമീങ്ങൾ. ഒരു കുട്ടി മരണപ്പെട്ടു, ഒരു മുതഅല്ലിമ് മരണപ്പെട്ടു. സ്വഹാബികളെല്ലാവരും ഒരിടത്ത് ചൊപ്പ് കെട്ടി നിൽക്കുകയാണ് ആ മുതഅല്ലിമിനെ മയ്യിത്ത് നിസ്കരിക്കാൻ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നില്ല. എല്ലാവരും സ്വപ്പ് കെട്ടി നിൽക്കുന്ന മഹത്തുക്കൾ, അമ്പിയാക്കളെ കഴിഞ്ഞാൽ പവറുള്ള മുത്തുകളൊക്കെ അവിടെ സ്വപ്പ് കെട്ടി നിൽക്കുകയാണ്. നബി തങ്ങൾ ആ പള്ളിയിലേക്ക് വരുന്നില്ല. സ്വഹാബത്ത് ചെന്നു, പ്രമുഖർ ചെന്നു, യാ റസൂലല്ലാഹ്, അങ്ങയുടെ അരികിൽ ഓതിപ്പടിച്ചൊരു കുട്ടിയല്ല നബിയെ മരിച്ചു കിടക്കുന്നത്? ആ മയ്യ അവിടുത്തെ ഒരു കുട്ടിയല്ല, അവിടുത്തെ ഒരു മുതഅല്ലിമല്ലേ, അങ്ങനത്തെ മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി വരാത്തത്? എന്റെ സ്വഹാബത്തെ, ആ മരിച്ചു കിടക്കുന്ന മനുഷ്യന്റെ കുട്ടിക്ക് കടമുണ്ട്. കടത്തോടുകൂടെ മരിച്ചവനാണ്, കടത്തോടുകൂടെ മരിച്ചവന് ഞാൻ മയ്യത്ത് നിസ്കരിക്കാനില്ല. നിങ്ങളെല്ലാവരും കൂടി അങ്ങ് നിസ്കരിച്ചോളൂ. നിങ്ങളങ്ങ് നിസ്കരിച്ചിട്ട് എന്റെ ആ കുട്ടിയെ ഖബറടക്കണേ, ഞാൻ മയ്യത്ത് നിസ്കരിക്കാനില്ല. അല്ലാഹുവിന്റെ ഹബീബിന്റെ അരികിൽ ഓതിപ്പിടിച്ചൊരു കുട്ടിയെ കുറിച്ച് പറഞ്ഞപ്പോ അവിടുത്തെ കൂട്ടുകാരനായ മറ്റൊരു സ്വഹാബി പറഞ്ഞു, യാ ഹബീബല്ലാഹ്, യാ ഹബീബല്ലാഹ്, നബിയേ, നിങ്ങളുടെ കൂട്ടുകാരന്റെ കടം എത്രയാണെങ്കിലും ഞങ്ങൾ വീട്ടാം നബിയേ. എത്രയുണ്ടെങ്കിലും യാ റസൂലല്ലാഹ്, ഞങ്ങൾ വീട്ടാം. അല്ലാഹു തആല കഴിവ് തന്നിട്ടുണ്ട്. എന്താണെങ്കിലും സഹോദരങ്ങളെ, നമ്മുടെ നാട്ടിലെ വീട്ടുന്ന പ്രഖ്യാപനം പോലെയല്ല. ബാപ്പ മരിച്ചു, പള്ളിയിൽ കൊണ്ടുവന്നു വെച്ചു, പള്ളിയിലെ ഖതീബ് ഉസ്താദിനെ കൊണ്ട് പറയിപ്പിച്ചു, എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പൊരുത്തപ്പെട്ടു കൊടുക്കണം, സാമ്പത്തികമായി ഒരു ഇടപാടുമുണ്ട് എങ്കിൽ ഇന്നാലിന്റെ മക്കളുമായി ബന്ധപ്പെടണമെന്ന്. എന്റെ അനുജാ, എന്റെ ഉപ്പാന ആ പള്ളിയിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞ് കൊണ്ടുപോയി പള്ളിക്കാട്ടിൽ ഖബറടച്ചിട്ട് മാസം 4 കഴിഞ്ഞില്ലേ, മാസം 6 കഴിഞ്ഞില്ലേ, എന്നിട്ടും ബാപ്പയുടെ കടവന്ന് വീട്ടാതെ നടക്കുന്ന എത്ര കുട്ടികളാണ് ജീവിക്കുന്നത്? 30 കടമാക്കിയതില്ലേ ഞങ്ങളെന്തൊരു തെറ്റാ ചെയ്തത്? മോനെ,
എന്റെ കൊച്ചനുജൻ എന്ന രൂപത്തിൽ പറയട്ടെ, എടാ എന്റെ അനുജ, നിന്റെ വാപ്പയുടെ ഒരു ചാൻവാരന് വേണ്ടിയല്ല മോനെ നിന്റെ ഉപ്പ ആ കടം വാങ്ങിയത്. പച്ച പോലെയുള്ള വാഗ്ദത്തമല്ല ഇത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ വെച്ചുകൊണ്ട് സ്വഹാബത്ത് നൽകുന്ന വാഗ്ദത്തമാണ്. യാ റസൂലല്ലാഹ്, നബിയേ, ഞങ്ങളുടെ കൂട്ടുകാരന്റെ കടം എത്രയാണ് എങ്കിലും ഞങ്ങൾ വീട്ടാം നബിയേ. റസൂലുള്ളാഹിന്റെ സന്തോഷം, അവിടുത്തെ മുഖം പ്രസന്നമാകുന്നു, അവിടുത്തെ മുഖം സന്തോഷം കൊണ്ട് പ്രസന്നമാകുന്നു. നബി തങ്ങളെ വസ്ത്രം ധരിച്ചു നേരെ വരുന്ന മദീനത്തെ പള്ളിയിലേക്ക് അവിടുന്ന് നിസ്കരിച്ചു, സലാം വീട്ടി. സ്വഹാബികൾ എന്തൊക്കെയാണ് ചോദിക്കുന്നത്? നാട്ടുകാരെ, മുസ്ലിമീങ്ങളെ, എന്റെ വാല് കേൾക്കുന്ന ഉമ്മമാരെ, എന്തൊക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബികൾ ചോദിക്കുന്നത്? യാ ഹബീബല്ലാഹ്, ഹംസത്തുൽ ഖറാറിനെ പോലെ കരുണ പോലും ദീനിന് വേണ്ടി സമർപ്പിച്ചു. 7 പ്രാവശ്യത്തോളം ഷഹീദായി മരിക്കുന്നു, വീണ്ടും ആ മരിച്ചണതാ ജീവിക്കുന്നു, വീണ്ടും ഷഹീദായി മരിക്കുന്നു. ആ മരിച്ചെന്ന് രക്ഷയില്ലയോ നബിയേ? യാ റസൂലല്ലാഹ്, ആ മരിച്ചെന്ന് രക്ഷയില്ലയോ നബിയേ? സ്വഹാബികളെ, കടമുണ്ടോ പ്രയാസമാണ്. ഇടറുന്ന പൊട്ടുന്ന മനസ്സുള്ള എന്റെ ജ്യേഷ്ഠ സഹോദരാ, നബി തങ്ങൾ പറയുന്ന വാക്കുകളാണ്. കടമുണ്ടോ പ്രയാസമാണ്. ഒരു ശഹീദായ മനുഷ്യന്റെ മുഴുവൻ ദോഷങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കും. കടമുണ്ടോ? കടത്തോടുകൂടെ മരിച്ചുവോ? കടം വെച്ചുകൊണ്ട് പള്ളിക്കാട്ടിൽ കിടക്കുന്നുവോ? പ്രയാസമാണ് സ്വഹാബികളെ, വിഷമമാണ് സ്വഹാബികളെ. മുഹമ്മദുർ റസൂലുള്ളാഹ്.